നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു റിപ്പോർട്ടാണ്. എന്തായാലും നേരം വഴുകിയെങ്കിലും എന്തിനാണ് ഈ റിപ്പോർട്ട് ഇത്ര കാലം പൂഴ്ത്തി വെച്ചതെന്ന് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയും നല്ലൊരു റിപ്പോർട്ടാണ്. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന സിനിമാ മേഖലയിലെ ഒരുപാട് പ്രശ്നങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് അഡ്രസ് ചെയ്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇത്ര കാലം എന്തിനാ പൂഴ്ത്തി വെച്ചതെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാവാത്തുള്ളൂ. എങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഈ സമയത്ത് നമ്മളതിനെ വളരെയധികം സ്വാഗതം ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, അതിൽ ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾക്കെതിരെ സർക്കാർ ഇനി എന്ത് നടപടിയെടുക്കാൻ പോകുന്നു എന്നറിയാനാണ് പൊതുസമൂഹം കാത്തിരിക്കുന്നത്. ഇത്തരം നടപടികളിൽ സർക്കാർ കടന്നേ പറ്റൂ. അതേ സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നട്ടലുള്ള കുറച്ച് പെൺകുട്ടികൾ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അവരുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ആ വിഷയത്തിന്റെ പേരിൽ ഒത്തുകൂടിയ ആ നട്ടലുള്ള പെൺകുട്ടികൾ എടുത്ത കൂട്ടായ്മയുടെ പേരാണ് WCC. അവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. കാരണം അവരാണ് ഈ പരാതിയുമായിട്ട് ആദ്യം മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തുന്നത്. അതിന്റെ തുടർന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാകുന്നത്. അതിന്റെ ഒരു വലിയ വിജയം കൂടിയായെന്നാണ്. പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതുകൊണ്ട് കഴിയുന്നില്ല. പക്ഷേ അതിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെ ശക്തമായി അഭിമുഖീകരിക്കേണ്ട പ്രധാന ഉത്തരവാദിത്തം സർക്കാരിനാണ്. അതിൽ നിന്ന് സർക്കാർ ഒളിച്ചോടാൻ പറ്റില്ല. അത് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ. ഈ 4 വർഷം അത് ഫ്രീസറിലായത്. ഇപ്പോഴാണ് അതിന്റെ 4 വർഷം അതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനുശേഷം നടക്കുന്നത് സർക്കാർ സ്വമേധയ ഒരു നടപടി എടുക്കേണ്ടതല്ലേ? കാരണം സ്ത്രീകളൊക്കെ അത്ര ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ ആരെയാണ് ഈ പേടിക്കുന്നതെന്ന് മാത്രമാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും വ്യക്തമാക്കണം. കാരണം നമ്മൾക്കൊക്കെ ആകെ ഈ 5 കൊല്ലം കൂടുമ്പോൾ ഈ ചൂണ്ടുവിരലിൽ മഷി പുരട്ടാനുള്ള ഒരു അവകാശം മാത്രമുള്ള സ്ഥലത്താണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് വ്യക്തമാക്കി പറയണം, തെരഞ്ഞെടുപ്പിലെങ്കിലും പറയണം. അതുകൊണ്ട് ഇതിനെതിരെ ഇതിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ വിഷയങ്ങളല്ല. ഇതിൽ എത്ര ഒരു 10-70ഓളം പേജുകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഈ 70 പേജുകളിൽ വേട്ടക്കാരുണ്ട്. ഇരകളുടെ മാന്യത നമുക്ക് മനസ്സിലാകും, അതിന്റെ സ്വകാര്യതയും മാന്യതയും നമ്മൾ ഉൾക്കൊള്ളുന്നു. അതേസമയത്ത് വേട്ടക്കാരെ പുറത്തേക്ക് അവർക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കിയേ പറ്റൂ. ഇക്കാര്യം വേട്ടക്കാരുടെ പേരുകളെല്ലാം പുറത്തു വരണം. പേരുകൾ പുറത്ത് അവർക്കെതിരെ എന്ത് നടപടികൾ, ആദ്യത്തെ ക്ലീനിങ് അവിടെ നിന്നല്ലേ തുടങ്ങേണ്ടത്. ഈ പേജ് 70 പേജുകളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇങ്ങനെ തല എണ്ണി ഇങ്ങനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടിട്ട് നിയമത്തെ അഭിമുഖീകരിക്കും. ഇവർക്ക് എന്താ നിയമം? അപ്പൊ ഈ ജയിലിൽ കിടക്കുന്നവരും കൊലപാതകികളും ക്രിമിനൽസുമായി ആർക്കും അവരുടെ സ്വകാര്യത മാനിക്കണം എന്ന് പറയേണ്ടി വരും. ഇനി വേറെ ആരെങ്കിലും 15 പേരാണ് ഈ മലയാള സിനിമ നിയന്ത്രിക്കുന്നത്, ഇൻഡസ്ട്രി മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതെന്നാണ് ഹേമ കമ്മിറ്റി പോലും പറയുന്നത്. ഇതിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എങ്ങനെ ആ ഒരു പരാമർശത്തെ കാണുന്നത്? എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി ഒന്ന് തിലകൻ ചേട്ടന്റെ ആത്മാവാണോ സംശയമുണ്ട്. അദ്ദേഹം തിരിച്ചു വന്നതുപോലെ ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ. കാരണം അദ്ദേഹം ഇത് വളരെ മുന്നേ വിരൽ ചൂണ്ടി പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, കൃത്യമായ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞതാണ്. ആ സംഭവം ഇവിടെ ശക്തമായി ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ്, തെളിഞ്ഞിരിക്കുകയാണ്. അത് ഇപ്പൊ ഒരുപക്ഷെ ആ കമ്മിറ്റിക്ക് കുറച്ചു കാലമായിട്ടൊന്ന് സൈലന്റ് ആവാനുള്ള കാരണം പോലും സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം ഓരോ വ്യക്തിയും ഓരോ മുതിർന്ന പൌരന്മാരായ ഓരോ വ്യക്തികളും ഒരു പത്രം ആയി മാറുന്ന ഒരവസ്ഥ ഉണ്ട്. അത് അതിൽ ശരിയുണ്ടാകാൻ തെറ്റുണ്ടാകും. എങ്കിലും അതിലെ ഒരുപാട് ശരികൾ തിരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അറിയാലോ. അതിന്റെ ഭാഗമായിട്ട് അതിനെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നതെന്നുള്ളതാണ് ഒരു ഇത് എനിക്ക്. ഏതായാലും ആ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കമ്മിറ്റികളൊക്കെ പുറത്തു വരണം. ആരാണ് ഈ ഇങ്ങനത്തെ ഒരു നിഴൽ കമ്മിറ്റി? ഇവരൊക്കെ ഭരിക്കുന്നുണ്ട്. അത് അങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ. കാരണം എന്താണെന്നറിയോ, നമുക്ക് അനുഭവിക്കാത്ത കാലത്തോളം എല്ലാ കഥകളും നമുക്ക് കഥകളും കെട്ടുകഥകളും ഒക്കെയാണ്. ഇത് അതേ സമയത്ത് ഇതിലൂടെ യാത്ര ചെയ്ത് 51ഓളം സ്ത്രീകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണിത്. അപ്പൊ അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. അതിനെ 101% വിശ്വാസത്തിലെടുക്കാം. റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പുരുഷന്മാർ ഇതിനെതിരെ ശബ്ദിച്ച പുരുഷന്മാർക്ക് അവസരം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഹരീഷ് പരാടി എപ്പോഴും അത്തരം രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അടുത്തേക്കൊക്കെ വരട്ടെ, അപ്പം കാണാം. നെഞ്ഞു പിരിച്ചുകൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിലയിലാണ് കാണാറ്. എന്തിനത്? ഞാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിന്റെ ഇത് കണ്ടിട്ടല്ല എന്റെ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നത്, അടുപ്പത്ത് വെള്ളം വെക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പുറത്താക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ സിനിമ ഉണ്ടാക്കാൻ അറിയാം. നമ്മൾ ഇതേപോലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരെ ഇങ്ങോട്ട് സംഘടിപ്പിക്കും, അതിൽ വെച്ചൊരു സിനിമ ഉണ്ടാക്കും. അത്രയേ ഉള്ളൂ. അതിനെ നേരിട്ട് വന്ന് തെരുവിൽ നാടകം കളിച്ച് വന്നോനെ ഞാൻ. പിന്നെ നല്ല എന്നിട്ടപ്പൊ ഈ ഹോളിഡേന്റെ ഉള്ളിലേക്ക് കയറാൻ പോണ്. യുവതാരങ്ങൾ പോലും ഇന്നലെ ഇപ്പൊ ഈ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോ അടക്കമുള്ളവരോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീക്കൊപ്പവും ആരോപണത്തിന് ഇരയാക്കപ്പെട്ടവരും പ്രതിക്കയാകപ്പെട്ടവരുടെ ഒപ്പമാണ് താൻ നിൽക്കുന്നതെന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഒരു അടി കൊടുത്താൽ ഇതെല്ലാം മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അടിയിൽ തീരുന്നതാണോ ഈ പ്രശ്നങ്ങളൊക്കെ? അതൊക്കെ എന്ന് പറഞ്ഞാല് യഥാർത്ഥ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന
ജൽപ്പനങ്ങൾ മാത്രമാണ്. അതിനൊക്കെ ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. കാരണം രണ്ടു ഭാഗത്തും ഇങ്ങനെ കൂടെ നിൽക്കാന്നൊന്നുമല്ല. നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആ ഓരോ വ്യക്തിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടൊന്നല്ല ആരും സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും സിനിമകളിലൊക്കെ സഹകരിക്കേണ്ടി വരും. പക്ഷെ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ തീരുമാനങ്ങളായിരിക്കണം. അത് സംഘടന എന്ന് ഒരു സമൂഹത്തിന് ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. അത് താരങ്ങളുടെ സംഘടനയാണെങ്കിലും ശരി, അല്ലാത്ത സംഘടനയാണെങ്കിലും ശരി. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സമൂഹത്തോട് പറയാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അല്ലാതെ ഇത് പഠിക്കട്ടെ, ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാം, അതൊക്കെ ഏറ്റവും വലിയ അശ്ലീലത്തരങ്ങളാണ്, വഷളത്തരങ്ങളാണ്. ഇതിനൊക്കെ ഇനി നട്ടല് നിവർത്തി അഡ്രസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സമൂഹത്തെ ഇനിയും ഫേസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അത് പുതിയ കുട്ടികൾ വന്ന് തൂക്കി പുറത്തേക്ക് ഇടും. അതുവരെ വെയിറ്റ് ചെയ്യണ്ട. അതിനു മുന്നേ ഇത്തരം വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യും, നേരിട്ട് നിന്ന് അഡ്രസ് ചെയ്യും. ഒരു കുറ്റക്കാരായി വരുന്നത് സർക്കാർ ഒരു തരത്തിൽ കുറ്റക്കാരാകുന്നു. ഇന്നിപ്പോൾ ഉമാ തോമസ് MLA പോലും പറഞ്ഞത് 4 വർഷക്കാലം ഇത് പൂഴ്ത്തിവെച്ചപ്പോൾ പുതുതായി സിനിമയിലെത്തിയ കുട്ടികൾ പോലും ഇത്തരം ചൂഷണത്തിന് വീണ്ടും ഇരയാക്കപ്പെടേണ്ട അവസ്ഥ വന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ കമ്മിറ്റി ഇത് പഠിച്ചതിന് ശേഷവും അതിനൊരു കാരണക്കാർ സർക്കാരല്ലേ എന്ന ചോദ്യം വരുന്നുണ്ട്. അതായത് ഇത്തരം റിപ്പോർട്ടുകളൊക്കെ പൂഴ്ത്തിവെക്കപ്പെടുമ്പോൾ ഇതൊക്കെ പൂഴ്ത്തിവെക്കാൻ ഞമ്മക്ക് ആളുണ്ടടാ എന്നുള്ളൊരു ധ്വനിയാണ് വരുന്നത്. നേരെ മറിച്ച് ഇതൊക്കെ പൂഴ്ത്തി വെക്കപ്പെടില്ല, ഇതൊക്കെ പുറത്തു വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ വരും. അത് അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ. അല്ലാതെ നിങ്ങൾ ബാനറിന്റെ മുകളിൽ എഴുതി വെക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമായിരിക്കുന്നത്. നവീകരണം എന്ന് പറഞ്ഞാൽ സർക്കാരാണ് ഈ നടപടികൾ എടുക്കേണ്ടത്. ഓരോരോ പിൻ പോയിന്റ് സ്കാനിംഗ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ട്. ഒരു കാര്യം, നേരത്തെ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗത്തിനെതിരെ ഒരു റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കടന്നിട്ടുണ്ട്. പിന്നീട് അത് സ്വിച്ചിട്ട് പോലെ സാഹചര്യമുണ്ടായി. പല നടന്മാരും അതിനെ രംഗത്ത് വന്നിരുന്നു. അപ്പൊ ഇനി എന്താണ് ഇതിന് ആക്ഷൻ വേണ്ടത്? ഇവിടെ സാധാരണ റൂട്ടിലൂടെ നടന്നു പോകുന്നവന്റെ പോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് പൊതികൾ പിടിക്കുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഒരു സിനിമാ ലൊക്കേഷനിൽ വന്ന് റെയ്ഡ് ചെയ്യാൻ എത്ര പേടി? ആരെയാണ് ഇവർ പേടിക്കുന്നത്? സർക്കാരിന്റെ കയ്യിലല്ലേ സംവിധാനം, പോലീസും എല്ലാം. വരണം, നിർമ്മാതാക്കളുടെ സംഘടനയൊന്നും അവർ സ്വാഗതം ചെയ്യുകയുള്ളൂ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ അടുത്ത കാലത്ത്. പക്ഷെ പിന്നീട് പല അത് വരണം. വന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം, ജനങ്ങൾ സമൂഹത്തിന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ. അവരല്ലേ പൈസ കൊടുത്തത് കാണുന്നത്. ഇന്ത്യക്ക് തന്നെ ഏറ്റവും നല്ല മികച്ച കലാസൃഷ്ടികൾ നൽകുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. മലയാള സിനിമയ്ക്ക് വലിയൊരു അപമാനമായി മാറുകയല്ലേ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ? തീർച്ചയായിട്ടും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേറെ സ്ഥലത്ത് ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ പറ്റില്ല. കാരണം ഒരു വര വരച്ചതിന്റെ മുകളിലപ്പുറം വലിയൊരു വര വരച്ചു കഴിഞ്ഞാൽ ഇത് ചെറുതാവല്ലോ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നിലപാടാണത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെയുള്ള പ്രശ്നങ്ങളെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സിനിമക്കാരൻ, കലാകാരൻ ചെയ്യേണ്ടത് എന്ന് മാത്രം പറയും. താങ്ക് യു.